ഇന്ത്യ വിഷനിൽ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർക്കൊപ്പം ജോലി ചെയ്തിട്ടുള്ള മികച്ച ജേർണലിസ്റ്റാണ് വീണ ജോർജ്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ പക്ഷേ അവരെ വിവാദങ്ങൾ വിടാതെ പിടികൂടി. ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മന്ത്രിമാർക്കിടയിൽ ഏറ്റവും സമ്മർദ്ദം അനുഭവിക്കുന്ന സ്ഥാനാർത്ഥി വീണയാണ്. മണ്ഡലത്തിലെ പെർഫോമൻസ് മാത്രമായിരിക്കില്ല അവിടെ മാനദണ്ഡം. രോഗിയുടെ വയറ്റിൽ മറന്നുവെച്ച കത്രിക ആരെടുക്കും എന്ന് ചോദിച്ചുള്ള ഫ്ലക്സ് ബോർഡുകൾ ആറന്മുളയിൽ എല്ലായിടത്തും കാണാം. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയുടെ പെർഫോമൻസ് കൂടിയാണ് ഇക്കുറി ആറന്മുളയിൽ വിലയിരുത്തപ്പെടുക. എതിരാളികളാകട്ടെ ഒട്ടും മോശക്കാരല്ല. അബിൻ വർക്കിയും കുമ്മനം രാജശേഖരനും. 2016 കെ ശിവദാസൻ നായരെ 7646 വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് വീണ ജോർജ് ആദ്യമായി നിയമസഭയിലെത്തിയത്. 2021 ശിവദാസൻ നായർക്കെതിരെ 19,003 വോട്ടിന്റെ കനത്ത ഭൂരിപക്ഷത്തിൽ വീണ്ടും ജയം. ഇക്കുറി പക്ഷേ കാര്യങ്ങൾ എളുപ്പമല്ല. അബിൻ വർക്കി വീണയുടെ അതേ സമുദായക്കാരൻ. ഓർത്തഡോക്സ് വോട്ട് ബാങ്ക് പൂർണ്ണമായും വീണയ്ക്കൊപ്പം നിൽക്കില്ല. വോട്ടുകൾ ഭിന്നിക്കപ്പെടും. ആറന്മുളയുടെ അമരക്കാരനാണ് അപ്പുറത്ത് കുമ്മനവും. പാർട്ടി നിർബന്ധിച്ചാൽ സ്വീകരിക്കുമെന്നല്ലാതെ ഒരു പദവിയോടും ആസക്തിയില്ലാത്ത ലളിത ജീവിതം നയിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ. BJPയുടെ ഇതര വോട്ടുകളും ഒരുപക്ഷെ കുമ്മനം നേടിയേക്കാം. ആയതിനാൽ മൂന്നാം അംഗത്തിൽ വീണുപോകാതിരിക്കാൻ വീണ സൂക്ഷിക്കണം.